എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നൊരു ഓളമുണ്ടല്ലോ. ഇപ്പം ഞാൻ വയസ്സനായെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ശരിക്കും കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ചേച്ചിയുടെ ആദ്യം തന്നെ നമുക്കത് സംസാരിക്കാം. അതോടൊപ്പം മഴതോരും മുമ്പേലെ മാമച്ചൻ എക്സ് മിലിറ്ററി എന്താണ് പറയാനുള്ളത്? മാമച്ചൻ എന്നുള്ള ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു നല്ല ക്യാരക്ടറിൽ ഒന്നാണ്. ഓക്കെ. ഞാനിതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം കോമഡി ക്യാരക്ടറുകളാണ്. അതെ, കോമഡി ബേസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു. എല്ലാത്തിലും ചെയ്തുകൊണ്ടിരുന്ന കോമഡിയാണ്. പക്ഷേ ഇതിൽ വന്നപ്പോൾ ഒരു സീരിയസ് ക്യാരക്ടറാണ്. അധികം ചില ചെറിയ കുസൃതികൾ കാണിക്കുന്നല്ലാതെ വലിയ കോമഡി ഡയലോഗുകളോ ഒന്നും ഇല്ലാത്തരം, എന്നാൽ എപ്പോഴും വളരെ സരസമായിട്ട് നിൽക്കുന്ന ഒരു പക്വതയുള്ള ഒരു സ്നേഹമയി ആയിട്ടുള്ള ഒരച്ഛൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നല്ലൊരു ക്യാരക്ടറാണ്. ഇത് ജനങ്ങളുടെ നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പം പറഞ്ഞു ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചൊരു കഥാപാത്രം ചെയ്യുമ്പോൾ പിന്നെ വരുന്ന റോളുകളെല്ലാം ചിരിപ്പിക്കുന്നൊരു റോളുകളായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ ഷാഹിച്ചേട്ടന് പറ്റും, അല്ലെങ്കിൽ ഈ കഥാപാത്രം ഷാഹിച്ചേട്ടൻ തന്നെ മതി എന്ന് ആരാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിലോട്ട് വരുന്നത് എങ്ങനെയാണ്? ഞാൻ ഇതിനു മുമ്പ് വേറെ സീരിയൽ ചെയ്തിരുന്നു. ഓക്കെ. മനോരമയുടെ ഒരു സീരിയൽ. അപ്പോൾ അതിലൊരു ക്യാമറമാൻ ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, ജെറി. അപ്പോൾ ജെറി ചേട്ടനായിട്ട് ഞങ്ങൾ 2-3 ഷെഡ്യൂൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഓക്കെ. അപ്പോൾ ജെറി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാജു ഇതിനകത്ത് എൻ്റെ ഒരു സീരിയൽ വരുന്നുണ്ട്, അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, അത് സാജു ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിലും ഞാൻ കോമഡിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെയ്യാം. എന്ത് ക്യാരക്ടറാണ് പറഞ്ഞു? മാമച്ചൻ എന്ന് പറഞ്ഞൊരു എക്സ് മിലിറ്ററി പട്ടാളക്കാരനാണ്. ഞാൻ പറഞ്ഞു ഈ തളന്ത ബോഡിക്ക് പറ്റുമോ, ഇത്രയും വയറും വെച്ച്? അപ്പോൾ പറഞ്ഞു ഈ എക്സ് മിലിറ്ററി അല്ലേ, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് മഴതോറും മുമ്പേടെ സെറ്റിൽ വരുന്നത്. സെറ്റിൽ വന്നപ്പോൾ ഒരു മരണ സീനാണ് എടുത്തുകൊണ്ടിരുന്നത്. ബ്രിജിത്താമ്മയുടെ മരണം. ആ ദിവസമാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അന്നാണ് ബിനു സാറിനെ കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാരക്ടറിനെ പറ്റി ചെറുതായിട്ടൊന്ന് തിരക്കായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ സീരിയലിലേക്ക് വന്നു ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എനിക്കിത് ചെയ്യാൻ പറ്റുമോ. ഓക്കെ. കാരണം ഇത്രയും വലിയ ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്, ചെയ്യാൻ പറ്റുമോ. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന മനീഷയും അവരൊക്കെ പറഞ്ഞു സാജു ചെയ്യുന്നുണ്ട് നന്നായിട്ട്, കുഴപ്പമില്ല, എല്ലാവരുടെ പ്രോത്സാഹനം കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തു പോകുന്നു. ഒരു ടീം വർക്ക് തന്നെ അല്ലേ? തീർച്ചയായിട്ടും.